ഇമ്പോർട്ടന്റ് ബ്രേക്കിംഗ്. കാലിക്കറ്റ് സർവകലാശാലയിലെ കോളേജുകളിൽ ജ്യോതിഷ പഠനം ഇനി ആസ്ട്രോണമിയുമായി ചേർന്ന് നടത്തേണ്ടതില്ല എന്ന് തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം സർവകലാശാല തള്ളി. ജ്യോതിഷം ശാസ്ത്രമല്ലെന്നും പഠിപ്പിക്കില്ലെന്നും നിലപാട്. ജ്യോതിഷികളുടെ ആവശ്യപ്രകാരം കഴിഞ്ഞ സർക്കാരാണ് ഇത് സംബന്ധിച്ച് ആലോചിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് നിർദ്ദേശം നൽകിയത്. സർവകലാശാല തീരുമാനത്തിനെതിരെ ഗവർണറുടെ നോമിനിയായ സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ് അപ്പീൽ നൽകിയിട്ടുണ്ട്. VS സജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS സജിത്ത്, ആസ്ട്രോണമിയും അസ്ട്രോളജിയും ഒരുമിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു നിർദ്ദേശം, പക്ഷേ അതിപ്പോ സൗകര്യമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് അല്ലേ? ഡോക്ടർ തീർച്ചയായിട്ടും ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും ഒരുമിച്ച് പഠിച്ച ഒരു താരതമ്യ പഠനം എന്ന രീതിയിൽ തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഒരു നിർദ്ദേശം. അത് ജ്യോതിഷികളുടെ സംഘടന കഴിഞ്ഞ സർക്കാരിന് കൊടുത്തിട്ടുള്ള ഒരു അപേക്ഷയിൽ പ്രകാരം അത് സാധ്യമാകുമോ എന്ന കാര്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. യൂണിവേഴ്സിറ്റിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി പഠിച്ച് അത് തള്ളി. കാരണം ജ്യോതിഷം ശാസ്ത്രമല്ല, അതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി നിലപാടെടുത്തത്. ആ നിലപാട് അംഗീകരിച്ചുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ആ തീരുമാനത്തിലെത്തി. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ടുള്ള AK അനുരാജ് ഇപ്പോൾ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വിദഗ്ധ സമിതി പഠിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ വിദഗ്ധ സമിതിക്ക് മാത്രമേ ജ്യോതിഷത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. ജ്യോതിഷത്തിന്റെ പ്രവചന ഭാഗമല്ല, ജ്യോതിഷത്തിന്റെ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം, വാനനിരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം ശാസ്ത്രമാണ് എന്നൊരു വാദമാണ് AK അനുരാജ് മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. അനുരാജ് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹീലിയോസെൻട്രിക് ആയിട്ടുള്ളൊരു തിയറിയും ഭൂമി കേന്ദ്രീകൃതമായ ഒരു തിയറിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ജ്യോതിഷത്തിനകത്താണെങ്കിൽ കേന്ദ്രമാര ഒന്ന് ആലോചിച്ച് നോക്കി, ആസ്ട്രോണമിയിലാണെങ്കിൽ കേന്ദ്രമാര എന്നുള്ളതാണ്. സൗരയൂഥ സങ്കല്പങ്ങളൊന്നും ഈ പറയുന്ന ജ്യോതിഷത്തിലില്ലല്ലോ. ഭൂമി കേന്ദ്രം, സൂര്യൻ ചുറ്റുന്നു എന്നുള്ളതാ ആണല്ലോ ഒരു പൊതുവായിട്ടുള്ള ആശയം. തിരിച്ചാണ് എന്ന് പറയുമ്പോഴാണല്ലോ അത് ആസ്ട്രോണമി ആവുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മാത്രമല്ല ഇപ്പോഴും അവർ നവഗ്രഹം എന്ന് പറഞ്ഞിരിക്കുക, മറ്റേതൊക്കെ ഡ്വാർഫ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കാൻ പറയും. എന്നാലും സർവകലാശാല തീരുമാനിച്ചു ഇത് രണ്ടും കൂടി പഠിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശമില്ല.